ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു കളക്ടറുടെ തീരുമാനം അറിയുവാനായി വെയിറ്റ് ചെയ്തു നിൽക്കുന്നു. ആ സമയത്ത് ശാലിനി വിഷ്ണു അവിടെ എന്ത് ചെയ്യുന്നുവെന്ന് ആ CCTV ക്യാമറയിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. വിഷ്ണു കളക്ടറുടെ ആ ക്യാബിന് വാതിക്കലേക്ക് വന്നതിന് ശേഷം തീരുമാനമൊന്നും അറിയാത്തതിൻ്റെ ആശങ്കയിൽ വേഗം അനുപല്ലവിക്ക് അരികിലേക്ക് എത്തി ചോദിച്ചു, മേഡം എന്തായി എന്ന് ചോദിച്ചതും ഉടനെ അനുപല്ലവി പറഞ്ഞു, പേടിക്കേണ്ട സാർ, കളക്ടർ ഉടനെ തന്നെ ഓർഡർ തരും. സാറ് ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, സ്റ്റേ ഓർഡർ ഇപ്പോൾ തന്നെ കിട്ടും എന്ന് വിഷ്ണുവിനോട് അനുപല്ലവി അറിയിച്ചു. അത് കേട്ടതും വിഷ്ണു വീണ്ടും തിരികെ ആ ചെയറിൽ ചെന്നിരിക്കുകയും ഫുഡൊന്നും കഴിക്കാതെ വന്നതിൻ്റെ അസ്വസ്ഥതകൾ അപ്പോഴേക്കും വിഷ്ണുവിന് തോന്നി തുടങ്ങി. വിഷ്ണു ആകെ തളർന്ന് അവശനാകുന്നത് പോലെ വിഷ്ണുവിന് തോന്നിയതിനാൽ ദാഹിച്ചതുകൊണ്ട് വിഷ്ണു വേഗം തന്നെ അവിടെയുള്ള ആ കൂളറിനരികിലേക്ക് വിഷ്ണു നടന്നു. ഈ സമയത്ത് ശാലിനി വിഷ്ണുവിനെ ആ CCTVയിലൂടെ കാണുമ്പോൾ വേഗം ശാലിനി തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആ ക്യാമറയ്ക്ക് അരികിലേക്കായി നടന്നു. വിഷ്ണുവിനെ കണ്ടതും ശാലിനി മനസ്സിൽ പറഞ്ഞു, കണ്ട മാത്രയിൽ തന്നെ ഓടി വന്ന അരികിലേക്ക് കെട്ടിപ്പിടിക്കണമെന്ന് എൻ്റെ മനസ്സ് വിതുമ്പുന്നുണ്ട്. എന്നാൽ വിധി അതിനനുവദിക്കുന്നില്ലല്ലോ വിഷ്ണുവേട്ടാ എന്ന് ശാലിനി മനസ്സുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടുമ്പോൾ അന്ന് സത്യഭാമയ്ക്ക് വിഷ്ണു ചെയ്തു കൊടുത്ത ആ സത്യത്തെക്കുറിച്ച് ശാലിനി ഓർമ്മിച്ചു. വിഷ്ണു ശാലിനിയെ കാണാനെ ചെന്നാലോ, വിഷ്ണുവും ശാലിനിയും തന്നെ കണ്ടുമുട്ടിയാലോ, അന്ന് സത്യഭാമ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്നുള്ള വിഷ്ണുവിനെ മുന്നിൽ നിർത്തിയുള്ള അന്നത്തെ ആ സത്യം ചെയ്യലിനെ കുറിച്ച് ഓർത്ത് ശാലിനി സങ്കടപ്പെട്ടു. ഈ സമയത്ത് വിഷ്ണു വല്ലാതെ തൊണ്ട വരേണ്ടതായി തോന്നിയതുകൊണ്ട് കൂളറിനരികിലെത്തി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വിഷ്ണു കുടിക്കാനായി ശ്രമിച്ചു. വിഷ്ണു വെള്ളം കുടിക്കുന്ന ആ സമയത്ത് അതിലെ വിഷ്ണുവിനെ തന്നെ ശാലിനി നോക്കിയിരുന്നു. അപ്പോഴേക്കും വിഷ്ണു വെള്ളം കുടിച്ചിട്ട് പതുക്കെ ചെയറിനരികിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ വിഷ്ണുവിന് തോന്നുകയും കാലുകൾ വീശിപ്പോയി വിഷ്ണു വീഴാനായി ഒരുങ്ങി. ഈ സമയത്ത് അതിനെ നടന്നുപോയ അവിടുത്തെ ഒരു സ്റ്റാഫ് വേഗം വിഷ്ണുവിനെ കടന്നു പിടിച്ചു. ശാലിനിയും വിഷ്ണു വീഴാനായി ഒരുങ്ങിയപ്പോഴേക്ക് വിഷ്ണുവിനെ പിടിക്കാനെന്നോണം ശാലിനിയും മുന്നോട്ടായിരുന്നു. ഈ സമയത്ത് ആ സ്റ്റാഫ് വിഷ്ണുവിനെ പിടിച്ചതും എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ എന്ന് അയാൾ അന്വേഷിച്ചു. ഈ ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് തല ചുറ്റിരുന്ന പോലെ എന്ന് വിഷ്ണു പറഞ്ഞതും, അല്ല എന്താ ഫുഡൊന്നും കഴിച്ചില്ലേ, അതാണോ എന്ന് അയാൾ അന്വേഷിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ആ ചെയറിലേക്ക് വീണ്ടും വന്നിരുന്നു. ശാലിനി എപ്പോഴേക്കും വിഷ്ണുവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നു. വിഷ്ണു ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ആകെ തളർന്ന് അവശനായിരിക്കുന്നത് ശാലിനി ശ്രദ്ധിച്ചു. ഉടനെ തൻ്റെ ഫുഡ് കാരിയറിലേക്ക് വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ശാലിനി നോക്കി. വേഗം തന്നെ അതിനരികിലേക്ക് എത്തി ആ കാരിയർ കയ്യിലേക്ക് എടുത്ത് ശാലിനി അതുമായി തൻ്റെ ടേബിളിനരികിലേക്ക് വന്നു. അതിനുശേഷം ഇൻ്റർഫോമിലേക്ക് ശാലിനി വീണ്ടും വിളിച്ചു. അനുപല്ലവി കോൾ എടുത്തതും ശാലിനി പറഞ്ഞു, അടുത്ത് നിൽക്കുന്ന സജിയെ അകത്തേക്കൊന്ന് പറഞ്ഞേക്ക്. അത് കേട്ട് ഉടനെ അനുപല്ലവി ശരി മാഡം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം തൊട്ടരികിൽ നിന്ന് ഫയൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സജിയെ വേഗം അനുപല്ലവി വിളിച്ചു. സജി സാറിനോട് അകത്തേക്ക് ചെല്ലാനായി കളക്ടർ പറഞ്ഞു. ഉടനെ തന്നെ അയാൾ തൻ്റെ ഫയൽ തിരികെ അവിടെ വെച്ചതിന് ശേഷം വേഗം കളക്ടറുടെ ഓഫീസിലേക്ക് കയറി ചെന്നു. എന്താ മാഡം വിളിപ്പിച്ചത് എന്ന് ചോദിച്ചതും വേഗം ടേബിളിന് മുകളിലിരുന്ന ഫുഡ് കാരിയർ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ആ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കണം. അത് കേട്ടതും എന്താ മാഡം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു, അതെ, ആള് വല്ലാത്ത അഭിമാനിയാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കഴിക്കാൻ തയ്യാറായൊന്നും വരില്ല. അതുകൊണ്ട് താൻ കൃത്യമായി അദ്ദേഹത്തെ നിർബന്ധിച്ച് ഈ ഭക്ഷണം കഴിപ്പിക്കണം. ഇതൊരു ഡ്യൂട്ടി ആയിട്ട് വേണമെങ്കിൽ സജി എടുത്തോളൂ. എന്തായാലും എന്ത് കളവ് പറഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കണം. അയാൾ ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് ശാലിനി അറിയിച്ചു. സജിക്ക് ആകെ സംശയം തോന്നിയെങ്കിലും അതൊന്നും ചോദിക്കാൻ നിൽക്കാതെ വേഗം ആ കാരിയർ എടുത്തുകൊണ്ട് ഉടനെ തന്നെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ഉടനെ വിഷ്ണുവിനെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ ഈ ഫുഡ് കഴിച്ചോളൂ. അത് കേട്ട ഉടനെ വിഷ്ണു അതെന്താ എന്ന് ചോദിച്ചതും ഫുഡാണ് സാർ കഴിച്ചോ എന്ന് പറഞ്ഞു. അത് സാരയില്ല, എനിക്ക് വേണ്ട എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ അയാൾ വിഷ്ണുവിനോട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. സാർ ഇത് കഴിക്കണം സാർ എന്ന് പറഞ്ഞു. ഇത് നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസ ധനസഹായത്തിന് വേണ്ടിയാണ് സാർ എന്ന് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു ചോദിച്ചു, അതെന്താ അങ്ങനെ? ഇത് ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാ ദിവസവും ഓരോ പൊതി ചോറ് കൂടുതൽ കൊണ്ടുവരും. അത് ഇവിടുത്തെ നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായത്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വരുന്ന ആളുകൾ ഫുഡ് കഴിക്കാനായി ഉച്ചഭക്ഷണം കഴിക്കാതെ വരുന്ന ആളുകൾക്ക് ആ ഫുഡ് ഞങ്ങൾ കൊടുക്കും. അതിൻ്റെ ഭക്ഷണം കഴിച്ചതിൻ്റെ തുകയും ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അത് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. അതാണ് സാർ, ഇത് കളക്ടറുടെ പുതിയൊരു പദ്ധതിയാണ് എന്നറിയിച്ചു. അത് കേട്ടതും വിഷ്ണു കുറേ നേരത്തേക്ക് ഒന്ന് ആലോചിച്ചു. ഉടനെ സാറിന് വേണ്ടെങ്കിൽ ശരി, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ്
അയാളത് എടുത്തുകൊണ്ട് പോകാനായി സജി തിരിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, വേണ്ട, കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിഷ്ണു അത് വാങ്ങിച്ചു. അല്ല, എന്താ ഈ പദ്ധതിയുടെ പേര് എന്ന് വിഷ്ണു അന്വേഷിച്ചു. സർ, ഇത് ഫുഡ് ചാലഞ്ച് എന്നാണ് സാർ ഈ പദ്ധതിക്ക് മേഡം പേരിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും ശരി എന്ന് പറഞ്ഞ് വിഷ്ണു അത് കയ്യിൽ വാങ്ങിച്ചിട്ട് ആകെ സംശയത്തോടെ കൈ കഴുകുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നോക്കിയതും എന്ത് സാർ എന്ന് സജി അന്വേഷിച്ചു. അല്ല, കൈ കഴുകാൻ എന്ന് വിഷ്ണു പറഞ്ഞതും സാർ അവിടെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് വാഷ് ബേസിൻ കാണിച്ചു കൊടുക്കണം. ഉടനെ വിഷ്ണു അവിടേക്ക് പോയി കൈ കഴുകി നേരെ തിരികെ ആ ഫുഡ് കരിയർ വെച്ച സ്ഥലത്തേക്കാണ് തിരിച്ചെത്തി. അല്ല, ഇവിടെ ഇരുന്ന് കഴിക്കണമെന്ന് കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും പ്രശ്നമൊന്നും സാർ, ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ എന്ന് സജി മറുപടി നൽകി. ഉടനെ എന്നാൽ ശരി സാർ, സാർ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് സജി അവിടെ നിന്ന് പോകുമ്പോൾ വിഷ്ണു വേഗം ആ ഫുഡ് കരിയർ അതിൻ്റെ അടപ്പ് തുറന്ന് അത് കഴിക്കാനായി ആ കറി ഒന്ന് അടുപ്പിലേക്ക് അടുപ്പിച്ചതും അതിൻ്റെ സ്മെല്ലടിച്ചതോടെ വിഷ്ണുവിന് പഴയ ചില ഓർമ്മകൾ മനസ്സിലേക്ക് എത്തി. ശാലിനിയുടെ വീട്ടിൽ ചെന്ന് സ്വാദോടെ ഭക്ഷണം കഴിച്ചതും അന്ന് ശാരദാമ്മ വിളമ്പിക്കൊടുത്ത ആ കറികളുടെ മണം വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് എത്തി. ഉടനെ ശാലിനി വിഷ്ണു അത് മണത്തു നോക്കി ആ പഴയ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകുന്നത് ശാലിനി വിഷ്ണുവിൻ്റെ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശാലിനിക്ക് മനസ്സിലാകുന്നു. ശാലിനി അപ്പോൾ ഓർത്തത് വിഷ്ണുവുമായി ശാലിനി എന്ന ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായി പോയപ്പോൾ IAS ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് വിഷ്ണു ശാലിനിക്ക് ഭക്ഷണം വാങ്ങിച്ച് വായിൽ വെച്ച് കൊടുത്തതും അന്ന് ശാലിനി നിർബന്ധപൂർവ്വം ഭക്ഷണം കഴിപ്പിച്ചതുമായിട്ടുള്ള ഓർമ്മകൾ ശാലിനിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും വിഷ്ണു ആ കാരിയർ കൈപ്പിടിച്ചങ്ങനെ ഇരിക്കുന്നത് കണ്ട് സജി അരികിലേക്ക് എത്തി. എന്താ സാർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അയാൾ അന്വേഷിച്ചു. ഉടനെ വിഷ്ണു ചോദിച്ചു, അല്ല, ഇതാരാ, ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ആരാ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മയാണ് സാർ എന്ന് സജി കളവ് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു ഒന്നുമില്ല, കൊള്ളാം എന്ന് പറഞ്ഞ് വിഷ്ണു ഫുഡ് കഴിക്കാൻ തയ്യാറാകുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ആ കറിയുടെ സ്മെല്ല് ഒന്നുകൂടി വിഷ്ണു ആസ്വദിച്ചതിന് ശേഷം വേഗം ആ ഫുഡ് കഴിച്ചു തുടങ്ങി. അങ്ങനെ അതിൽ ഓരോ ഉരുള കഴിക്കുമ്പോഴും വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് വിഷ്ണു കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ രുചി ഓർത്തെടുത്തു. അങ്ങനെ ശാലിനി തനിക്ക് ഭക്ഷണം സ്നേഹത്തോടെ അന്ന് ഓരോ അവസരങ്ങളിലും തന്നെ ഭക്ഷണം കൂട്ടിയത് ശാലിനി ഓർമ്മിച്ചു. വിഷ്ണു ഓർമ്മിക്കുന്നു. അങ്ങനെ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മനസ്സിലൂടെ അവർ പരസ്പരം ഇരുവർക്കും ഭക്ഷണം കൊടുത്തിരുന്ന ആ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക് സജി ഒരു കുപ്പി വെള്ളവുമായി എത്തി. അത് തുറന്ന് സാർ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ആ വെള്ളം വിഷ്ണുവിന് നൽകുന്നു. വിഷ്ണു താങ്ക്സ് എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് കുടിക്കുമ്പോൾ ശാലിനി അന്ന് തന്നെ ജീപ്പിലിരുത്തി വിഷ്ണു ഭക്ഷണം കഴിപ്പിച്ചതും വെള്ളമെടുത്ത് തനിക്ക് കുടിക്കാനായി തന്നതുമൊക്കെ ഓർത്തുകൊണ്ട് ശാലിനി ആ പഴയ ഓർമ്മകൾ ഓർത്ത് ശാലിനിയുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നു. അങ്ങനെ അത് ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയും വിഷ്ണുവിനോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷ്ണു ശാലിനിക്കൊപ്പം നിന്ന നിമിഷങ്ങളെക്കുറിച്ചും എല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം വിഷ്ണു ഫുഡ് കഴിച്ചു കഴിഞ്ഞതും കൈയെല്ലാം കഴുകി കരിയറുമായി നേരെ സജി കരികിലേക്ക് എത്തി. സജി ആ കരിയർ വാങ്ങിച്ചിട്ട് ചോദിച്ചു, ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു സാർ എന്ന് ചോദിച്ചത്. വളരെ നന്നായിരുന്നു, അമ്മയോട് പറയണം ദൈവം അനുഗ്രഹിച്ച കൈകളാണെന്ന് ഇത് ഉണ്ടാക്കിയത് എന്ന് വിഷ്ണു പറഞ്ഞു. അപ്പോഴേക്കും അനുപല്ലവി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സർ സ്റ്റേ ഓർഡർ ആയിട്ടുണ്ട്, ഇനി കളക്ടർ ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ശരി എന്ന് വിഷ്ണു സന്തോഷത്തോടെ പറയുന്നു. ഉടനെ അനുപല്ലവി ആ ഓർഡറുമായിട്ട് ശാലിനി കരികിലേക്ക് എത്തി. ശാലിനി ആ ഓർഡർ വാങ്ങിച്ച് അത് സൈൻ ചെയ്യാനായി തയ്യാറായി. ശാലിനി ഒരിക്കൽ കൂടി ആ ഓർഡർ വായിക്കുമ്പോൾ വിഷ്ണു പുറത്ത് ശാലിനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള കളക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ആ സ്റ്റേ ഓർഡറിന് വേണ്ടി കാത്തിരുന്നു. അപ്പോഴേക്കും ശാലിനി വിഷ്ണു തനിക്ക് സമ്മാനിച്ച അന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന സമയത്ത് വിഷ്ണു തനിക്ക് സമ്മാനിച്ച ആ പെൻ കയ്യിലെടുത്തു. ഇത് താൻ കളക്ടർ ആയതിനു ശേഷം മാത്രമേ ഈ പെൻ ഉപയോഗിക്കാവുള്ളൂ എന്നും ഇതുകൊണ്ട് വേണം ഫയലിൽ താൻ ഒപ്പിടാനെന്നും ആദ്യത്തെ ഫയലിൽ ഈ പെൻ കൊണ്ട് ഒപ്പിടണമെന്നുള്ള വിഷ്ണുവിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ശാലിനി ഓർമ്മിച്ചു. വിഷ്ണുവിന് വേണ്ടി താൻ ഒപ്പിടാൻ പോകുന്ന ആ ഓർഡറിലും ഈ പേന കൊണ്ട് തന്നെ ഒപ്പിടുമെന്നുള്ള സന്തോഷത്തിൽ ശാലിനി അത് കയ്യിലെടുത്ത് വിഷ്ണുവിന് വേണ്ടി ആ സ്റ്റേ ഓർഡറിൽ സൈൻ ചെയ്യുന്നു. അതിനുശേഷം ശാലിനി അത് അനുപല്ലവിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അപ്പോഴാണ് സത്യാമ്മ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ രോഹിത് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം എല്ലാവരോടുമായി ചോദിച്ചു, അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് കോർപ്പറേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടും അവരത് ഗവനിക്കാതിരുന്നത് അല്ലേ എന്ന് രോഹിത് അന്വേഷിച്ചു. അപ്പോഴേക്കും അവിടെ പപ്പിയോടൊപ്പം ഇരുന്ന ശ്യാമ കാര്യങ്ങളെല്ലാം കേട്ട് ഇനി വിഷ്ണു ചെന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ആകെ ടെൻഷനോടെ അങ്ങനെ ഇരിക്കുമ്പോൾ രോഹിത് ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, ശ്യാമ എനിക്ക് ഗ്ലാസ് ചായ വേണം. എന്നിട്ടും ശ്യാമയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തത് കൊണ്ട് സത്യഭാമ ശ്യാമയെ നോക്കി. ശ്യാമ എന്തോ ആലോചിച്ചിരിക്കുന്നെന്ന് മനസ്സിലാക്കിയതോടെ സത്യഭാമ വിളിച്ചു, ശ്യാമയെ പെട്ടെന്ന് എന്തോ
സ്വപ്നലോകത്തു നിന്ന പോലെ ഞെട്ടി എഴുന്നേറ്റ് എന്താ സത്യാമേ എന്ന് ശ്യാമ ചോദിച്ചു. അല്ല, രോഹിത് ചോദിച്ചു കേട്ടില്ലേ എങ്ങനെയാ എന്ന് ചോദിച്ചു തന്നു. ഇല്ല സത്യാമേ, എന്താ സത്യാമേ എന്ന് ശ്യാമ ചോദിക്കുമ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, രോഹിത് ഒരു ഗ്ലാസ് ചായ ചോദിച്ചിരുന്നോ, ദാ ഇപ്പൊ കൊണ്ടുവരാൻ സത്യാമേ എന്ന് പറഞ്ഞ് വേഗം ശ്യാമ കിച്ചണിലേക്ക് പോയി. ഈ സമയത്ത് സത്യഭാമ ചോദിച്ചു, അല്ല ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? കളക്ടറുടെ ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ മുതലുള്ള ഒരു ആശങ്കയും അങ്കലാപ്പും ഒക്കെയാണ്. അല്ല, ഇതെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പോലീസിനെ വേണമെങ്കിൽ നമുക്ക് പേടിക്കാം, അത് മാത്രമല്ല കളക്ടർ എന്തിനു പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സത്യഭാമ പറഞ്ഞു. അപ്പോഴാണ് പുറത്ത് ചെടികളൊക്കെ നനച്ചുകൊണ്ട് പിള്ളേച്ചൻ നിന്നത്. ആ സമയത്ത് അവിടേക്ക് വിഷ്ണുവിന്റെ ജീപ്പ് വന്നെത്തി. ജീപ്പിൽ നിന്നിറങ്ങിയ വിഷ്ണുവിനോട് പിള്ളേച്ചൻ ചോദിച്ചു, അല്ല വിഷ്ണുവിനെ കളക്ടറെ കണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് വിഷ്ണു കൈകൊണ്ട് കാണിച്ചു. അപ്പോഴേക്കും കളക്ടറെ കണ്ടില്ലേ, അപ്പൊ സ്റ്റേ ഓർഡർ കിട്ടിക്കാണത്തില്ലേ എന്ന ആശങ്കയായി. അപ്പോൾ ആ സമയത്ത് പിള്ളേച്ചനും ഉടനെ തന്നെ പിള്ളേച്ചൻ അതറിയാനായി അകത്തേക്ക് കയറി വരുന്നു. ഈ സമയത്ത് ശ്യാമ ചായയുമായി ഹാളിലേക്ക് വന്നു. ദാമേ സ്റ്റേ ഓർഡർ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ഉത്തരവ് സത്യഭാമയ്ക്ക് നേരെ വിഷ്ണു നീട്ടി. സത്യഭാമ അത് വാങ്ങിച്ചതും സ്റ്റേ ഓർഡർ തനിക്ക് കിട്ടിയെന്ന് കേട്ട ആ നിമിഷം ശ്യാമയുടെ കയ്യിലിരുന്ന ആ ചായ ഗ്ലാസ് അറിയാതെ താഴേക്ക് വീഴുന്നു. ഉടനെ പിള്ളേച്ചൻ വന്ന് ചോദിച്ചു, അല്ല കുഞ്ഞല്ലേ പറഞ്ഞത് കളക്ടറെ കണ്ടില്ലെന്ന്, പിന്നെ എങ്ങനെ സ്റ്റേ ഓർഡർ കിട്ടിയത് എന്ന് ചോദിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, അത് കളക്ടറെ കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ കളക്ടറുടെ PA എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ തന്നെയാണ് സ്റ്റേ ഓർഡർ കളക്ടറെ കൊണ്ട് സൈൻ ചെയ്യിച്ച് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത് എന്ന് വിഷ്ണു മറുപടി നൽകി. ഉടനെ ശ്യാമ പെട്ടെന്ന് ചിന്തിച്ചു, ഓ അപ്പോൾ കുഞ്ഞേച്ചി തന്നെ രക്ഷിച്ചു എന്ന് ശ്യാമ ആലോചിച്ചതും അവിടെ എത്തിയ പൊന്നു ചോദിച്ചു, അല്ല കുഞ്ഞെ എന്താ പറ്റിയത്? ഉടനെ ശ്യാമ പറഞ്ഞു, അത് പിന്നെ എൻ്റെ കൈ പെട്ടെന്നൊന്ന് വരച്ചു അതാ എന്ന് പറഞ്ഞപ്പോൾ, ഓ ഞാനത് ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അത് ശരിയാക്കാനായി നിലത്ത് വീണ ആ ഗ്ലാസിൻ്റെ ഉപ്പിച്ചില്ലിൽ പെറുക്കാനായി ഒരുങ്ങിയ ശ്യാമയോട് പൊന്നു പറഞ്ഞു, സാരമില്ല കുഞ്ഞ് അവിടെ പോയിരുന്നോ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് പൊന്നു വേഗം അകത്തേക്ക് പോയി. ഈ സമയത്ത് സത്യഭാമ പറഞ്ഞു, അപ്പോൾ സ്റ്റേ ഓർഡർ കിട്ടിയല്ലോ, എന്നാ വിഷ്ണു നീ വേഗം പോയി റെഡി ആയിക്കോ. അതെന്താ കാര്യം എന്നറിയാതെ വിഷ്ണു പെട്ടെന്ന് സത്യഭാമയെ നോക്കി. എല്ലാവരും പെട്ടെന്നുള്ള സത്യഭാമയുടെ മറുപടി കേട്ട് എന്താ കാര്യം എന്നറിയാതെ ആശങ്കയോടെ നോക്കുമ്പോൾ സത്യഭാമ ഉടനെ തന്നെ തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ആരെയോ വിളിച്ചു. ആരെയാണ് വിളിക്കുന്നതെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോട് നോക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു, അല്ല വിജയകുമാറെ എവിടെ എത്തി എന്ന് ചോദിച്ചു. ഞങ്ങളിതാ എത്താറായി സത്യാമേ, ഒരു അരമണിക്കൂർ. ശരി, നിങ്ങൾ പോരെ, കുഴപ്പമില്ല, വിഷ്ണു ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വരുമ്പോഴേക്കും വിഷ്ണു ഇവിടെ ഉണ്ടാകുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നോ? വിഷ്ണു ഇവിടെ ഉണ്ട്, ഇനി ധൈര്യമായിട്ട് പോന്നോളൂ എന്നറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യഭാമ ഫോൺ വെച്ചതും വിഷ്ണു ആകെ ടെൻഷനോടെ നോക്കി. ഉടനെ രാഘവൻ നായർക്ക് കാര്യം മനസ്സിലായതോടെ രാഘവൻ നായർ ചോദിച്ചു, അല്ല ഭാമേ ഈ വിജയകുമാർ എന്ന് പറഞ്ഞത് അതാരാ എന്നുള്ള രീതിയിൽ രാഘവൻ നായർ സംശയത്തോടെ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതേ രാഘവേട്ട, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ആ ബ്രോക്കർ തന്നെയാണ്. ആ ബ്രോക്കർ ഷൺമുഖദാസിനെയും മകളെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരിവിടേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ഇവിടെ സമയത്ത് കാണുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, വിഷ്ണുവിനെ അവർക്ക് കാണാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു. സത്യഭാമയുടെ വാക്ക് കേട്ടതും രാഘവൻ നായർ ചോദിച്ചു, ഭാമേ നമ്മൾ ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, വിഷയം നമ്മൾ സംസാരിച്ചായിരുന്നു, പക്ഷെ അവസാനിപ്പിച്ചില്ലല്ലോ എന്ന് സത്യഭാമ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ആ വിഷയം അവസാനിച്ചു കഴിഞ്ഞതാണെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, നിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഒരു വിഷയം നമ്മൾ അവസാനിപ്പിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അത് അവസാനിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് നീ വേഗം പോയി ഒരുങ്ങാൻ നോക്ക്. നീ നിന്റെ തീരുമാനം അറിയിച്ചു, എന്നാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്ന് പറഞ്ഞതും വിഷ്ണുവെ ചാടി എഴുന്നേറ്റ് അമ്മേ എന്ന് വിളിച്ചു. അങ്ങനെ വിഷ്ണു സത്യഭാമയോട് ദേഷ്യപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് രോഹിത് ചോദിച്ചു, സത്യാമ്മേ എന്തിനാ സത്യാമ്മേ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം നടത്താനായി നിർബന്ധിക്കുന്നത് എന്ന് ചോദിച്ചതും ആർക്ക് മനസ്സിന് ഇഷ്ടമില്ലാത്തതാണ് എന്ന് സത്യഭാമ ചോദിച്ചപ്പോ ഉടനെ രാഘവൻ നായർ പറഞ്ഞു, വിഷ്ണുവിന്റെ മനസ്സിന് ഇഷ്ടമില്ലാത്തത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, രാഘവേട്ട ഇവർ രണ്ടുപേരും ഇവർക്ക് ഇഷ്ടമുള്ള വിവാഹമല്ലേ നടത്തി ഇവിടെ വന്നത്. വിഷ്ണുവും രോഹിത്തും വിവാഹം കഴിച്ചു, അത് നമുക്ക് ഇഷ്ടമുള്ള വിവാഹമായിരുന്നോ? അല്ലല്ലോ, താലി കെട്ടി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? മക്കളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു, രണ്ടുപേരെയും നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു അല്ലെ? എന്നിട്ട് എന്താ സംഭവിച്ചത്? പൊന്നാണെങ്കിൽ നമുക്ക് ഉരച്ചു നോക്കാം, എന്നാൽ പെണ്ണിന്റെ മാറ്ററിയണമെന്നുണ്ടെങ്കിൽ അത് താനെ തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നിന്റെ ചെമ്പ് തെളിഞ്ഞു കണ്ടോ, മറ്റൊന്നിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കാരണം ശ്യാമ അവള് എനിക്ക് എനിക്ക് ഈ വീട്ടിൽ ഉണ്ടാകേണ്ടിയിരുന്ന മരുമകൾ തന്നെയാണ്. അത് ഞാൻ എപ്പോ വേണമെങ്കിലും അവളോട് പറയുന്നുണ്ട്.
അവളുടെ അനുജത്തിയാണെന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ഞാൻ ശ്യാമയോട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൾ ഇപ്പോഴും ഈ വീട്ടിൽ ജീവിക്കുന്നില്ലേ ശ്യാമ? അത് എനിക്ക് അവളോട് എന്തേലും ദേഷ്യമോ വൈരാഗ്യമോ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഇവളോട് കാണിക്കുമായിരുന്നല്ലോ. ഞാൻ അവളോട് എന്തെങ്കിലും വിരോധം കാണിച്ചിരുന്നോ? അകൽച്ച കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവളുടെ ജീവിതം ഇവന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് അങ്ങനെ പോകുന്നത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് സത്യഭാമ പറഞ്ഞു. ഇത്രയും വർഷക്കാലം ഇവന്റെ ജീവിതം ഇവൻ തന്നെയല്ലേ ഇല്ലാതാക്കിയത്, ഇവന്റെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചത് എന്ന് സത്യഭാമ വിഷ്ണുവിനെ ചൂണ്ടി രാഘവൻ നായരോട് പറഞ്ഞു. ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം പറയുന്നതെന്ന് സത്യഭാമ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, മതിയമ്മേ, എന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ എനിക്ക് മതിയായി. എന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞതും സത്യഭാമ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത്രയും നാളും നീ നിന്റെ ഇഷ്ടത്തിന് തന്നെയല്ലേ വിഷ്ണു ജീവിച്ചിരുന്നത്? ഈ 6 വർഷക്കാലവും നീ നിന്റെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചത്? ഇനി അത് പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് സത്യഭാമ പറഞ്ഞപ്പോ രാഘവൻ നായർ ചോദിച്ചു, ഭാമേ, ഇവന്റെ ഇഷ്ടത്തിനാണോ ഇവന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് രാഘവൻ നായർ ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, അതെ, ഇവന്റെ ഇഷ്ടത്തിന് തന്നെയാ ഈ 6 വർഷക്കാലം ഇവൻ ഇത്രയും നാളും വെറുതെ ഹോമിച്ചു കളഞ്ഞത്. ഇവനെ ഈ 6 വർഷത്തിനിടയ്ക്ക് മറ്റൊരു വിവാഹം കഴിക്കാമായിരുന്നല്ലോ. അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും നിർബന്ധിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇപ്പോ ഇങ്ങനെ ഞാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അതെ, ഈ 6 വർഷക്കാലത്തിനിടയിൽ ആ സരള ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതെ, അക്കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സത്യഭാമയ്ക്ക് പണമുണ്ട്, പക്ഷെ പദവിയും അധികാരവുമില്ല. അതാണ് സത്യഭാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അത് ഇല്ലാതാക്കാൻ, ആ ഒരു അവസ്ഥ മറികടക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. സരളയുടെ മകളുടെയും ഇപ്പോഴത്തെ നില എന്താണ്? സരളയുടെ മകൾ സുഷ്മിത, അവൾ ഇപ്പോൾ മേയറായി കഴിഞ്ഞു. ചന്ദ്രബോസ് പോലും ഇപ്പോ ACP ആയി. എന്നിട്ടോ സത്യഭാമയോ 6 വർഷത്തിന് മുമ്പ് ഏത് സ്ഥാനത്തായിരുന്നോ, ഏത് നിലയിലായിരുന്നോ, അതേ നിലയിൽ തന്നെയാണ് ഇപ്പോഴും സത്യഭാമ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഇപ്പോ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഷൺമുഖദാസിന് ഉടനെ ഒരു മന്ത്രിസ്ഥാനം കിട്ടും. ചിലപ്പോൾ ആഭ്യന്തരം തന്നെയാകും ഷൺമുഖദാസിന് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ എത്രയും പെട്ടെന്ന് ആലോചിക്കുന്നത് നമുക്കതൊരു പിടിപാടായി മാറും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യത്തിനായി മുതിർന്നത്. അതുമാത്രമല്ല, അവരുമായിട്ടൊരു ബന്ധം വെക്കുന്നത് നല്ലത് തന്നെയാണ്. വിഷ്ണു, മഞ്ചരി നല്ല കുട്ടിയാടാ എന്ന് സത്യഭാമ വിഷ്ണുവിനെ നോക്കി പറയുന്നു. വിഷ്ണു ആ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കി.